കിസ്മത്ത് രചന ദിയ വി കെ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. വിൽ യു മാരി മീ ഷാ? താൻ കേൾക്കാനേറെ കൊതിച്ച വാക്കുകൾ. പക്ഷെ ഇത്ര പെട്ടെന്ന് അവന്റെ വാക്കുകൾ പ്രതീക്ഷിക്കാതെ കേട്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. 100 വട്ടം സമ്മതമെന്ന് എന്റെ ഉള്ളിൽ നിന്ന് ആരോ മന്ത്രിക്കുന്നു. നോ ഇഷ, നോ, ഒരിക്കലും അങ്ങനെ ഒന്നും ചിന്തിക്കരുത്. ബി പ്രാക്ടിക്കൽ. അവനെ പറഞ്ഞു മനസ്സിലാക്കി ഇഷ. ഞാനും എന്റെ മനസാക്ഷിയും കുറച്ചുനേരം സംഘർഷത്തിലായി. ഒടുക്കം മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഞാൻ അവനെ നോക്കി കുറച്ച് കടുപ്പത്തിൽ തന്നെ പറഞ്ഞു, എഴുന്നേൽക്ക് ഫെബിൽ. അത്രയും പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കാൻ മുന്നോട്ട് നടന്നു. മെയിൻ റോഡിൽ നിന്നും മാറി ചെറിയ പോക്കറ്റ് റോഡിലൂടെയാണ് ഞങ്ങൾ പോയിരുന്നത്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ വളരെ കുറവായിരുന്നു. പെട്ടെന്ന് അവൻ എന്റെ മുമ്പിൽ കയറി നിന്നു. പ്ലീസ് ഇഷ, എന്നെ ഒന്ന് മനസ്സിലാക്ക്. വെറുതെ പറയല്ല, അത്രയ്ക്ക് എനിക്ക് നിന്നെ ഇഷ്ട ഇഷ. ലുക്ക് ഫെബിൽ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഇതൊന്നും ശരിയായ കാര്യമല്ല. ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഫെബിൽ. എന്തുകൊണ്ട് പറ്റില്ല? അത് എനിക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ തമ്മിൽ എത്രയോ ഡിഫറൻറ്റ് ഉണ്ട്. ഒന്നിൽ നീ എന്നെക്കാളും 3 വയസ്സിന് ചെറുതാണ് ഫെബിൽ. അത് വലിയൊരു പ്രോബ്ലം തന്നെയാണ്. പിന്നെ നിന്റെ വീട്ടുകാർ ഒരിക്കലും ഈ ബന്ധം അംഗീകരിക്കില്ല. സീഷ, ഈ പ്രായം എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസ് അല്ല. പരസ്പരം മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടാൽ മരണം വരെ ഏത് സാഹചര്യമാണെങ്കിലും വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകാം. ഫോർ എക്സാമ്പിൾ, സച്ചിൻ കല്യാണം കഴിച്ച ആരെയാ? അവരെക്കാൾ 5 വയസ്സ് കൂടുതലുള്ള അഞ്ജലി ചേച്ചിയെ. എന്നിട്ട് അവർ ജീവിക്കുന്നില്ലേ? അതൊക്കെ പോട്ടെ, നീ നമ്മുടെ മതത്തിൽ വിശ്വസിക്കുന്നില്ലേ? മുത്തുനബി ആദ്യം വിവാഹം കഴിച്ച ആരെയാ? വെറും 25 വയസ്സുള്ളപ്പോൾ 40 വയസ്സായ ഖദീജ ബീവിയെ. എന്നിട്ട് എത്ര സന്തോഷത്തിലാണ് അവർ ജീവിച്ച്. പിന്നെ എൻ്റെ വീട്ടുകാർ അവരൊരിക്കലും എനിക്കെതിരെ നിൽക്കില്ല. തന്നെ കണ്ടാൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമാവും, എനിക്ക് ഉറപ്പുണ്ട്. പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടുള്ള അവൻ്റെ ഓരോ വാക്കുകളും എന്നെ എത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടെന്ന് ഞാൻ അതിശയിച്ചു പോയി. ഇതൊക്കെ ഡീപ്പായിട്ട് പറയണമെങ്കിൽ എത്രത്തോളം ഇഷ്ടം അവൻ്റെ മനസ്സിലുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി എങ്ങനെ ഇവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കും പടച്ചോനെ? ഞാനൊന്നും പറയാതെ പിന്നെയും മുന്നോട്ട് നടന്നു. അവൻ പിന്നെ എൻ്റെ മുന്നിൽ കയറി നിന്നു. നിന്നോട് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് എനിക്കറിയില്ല ഫെബിൽ. നിന്റെ പ്രായത്തിന്റെ ഓരോ തോന്നലുകളാണ് ഇതൊക്കെ. കുറച്ച് കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഇതൊന്നും വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. ഇഷ, ഐ ആം സീരിയസ്. ഇത് പെട്ടെന്ന് എടുത്തൊരു തീരുമാനമൊന്നുമല്ല. പാസ്റ്റും പ്രസന്റും എല്ലാം ആലോചിച്ച് എനിക്ക് ശരിയെന്ന് തോന്നുന്നു ഞാൻ ചെയ്യുന്നു. തന്നെ വെറുതെ പ്രണയിച്ചെടുക്കാനല്ല, എൻ്റെ കൂടെ കൂട്ടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഇനി എന്നെ മനസ്സിലായില്ലെങ്കിൽ ലീവ് ഇറ്റ്. ബട്ട് സ്റ്റിൽ ഐ ലവ് യു ഇഷ. മരണം വരെ എന്ന് നീ മാത്രമായിരിക്കും ഈ ഫെബിൽ റഹ്മാന്റെ മനസ്സിൽ. ആദ്യമായിട്ടും അവസാനമായിട്ടും. അവസാന വാക്കുകൾ പറയുമ്പോൾ അവന്റെ വാക്കുകൾ ഇടറിയിരുന്നു. നിറഞ്ഞ കണ്ണുകൾ ഞാൻ കാണാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ട്. പെട്ടെന്നൊരു കാറ് ചീറിപ്പാഞ്ഞു വരുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. റോഡിന്റെ ഒരു സൈഡിലാണ് ഞങ്ങൾ നിൽക്കുന്നെങ്കിലും ആ കാർ അവൻ ലക്ഷ്യമാക്കിയിട്ടാണ് വരുന്നതെന്ന് എനിക്ക് തോന്നി. ഫാബി! ഞാൻ ഉറക്കെ വിളിച്ചുകൊണ്ട് അവനെ പിടിച്ചു ഒരു സൈഡിലേക്ക് മാറ്റി. ഒരു നിമിഷം എന്റെ കൈകൾ അവനെ ചേർത്ത് പിടിച്ചു. പേടി കൊണ്ട് എന്റെ ഹാർട്ട് ബീറ്റ്സ് പതിവിൽ ഉറക്കെ മിടിക്കുന്നു. ഞാൻ പോലും അറിയാതെ അവന് വേണ്ടി എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. കുറെ നേരം അങ്ങനെ അവന്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ആ കണ്ണിലെ കുസൃതി എന്നിൽ ഞാൻ മൂടിവെച്ച പ്രണയത്തെ തൊട്ടുണർത്തുന്നു. ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരി എന്നെ തളർത്തുന്നുവോ? മതി, എനിക്കത് മതി. നിന്റെ സ്നേഹം അത് ഈ കണ്ണുകൾ ഞാൻ കാണുന്നുണ്ട് ഇഷ. എന്നിട്ട് നീ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നു. അവന്റെ വാക്കുകൾ എന്നെ സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു. പെട്ടെന്ന് തന്നെ ഞാൻ പിടിവിട്ടു. വേഗം തിരിച്ചടന്നു. വീടെത്താറായിട്ടുണ്ട്. ഐ ലവ് യു ഇഷ. നിന്റെ ഒരു മറുപടിക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. നന്നായിട്ട് ആലോചിച്ചിട്ട് എന്നെ ഒന്ന് വിളിക്കണേ. അവൻ പുറകിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ഞാൻ അവനെ നോക്കിയിട്ട് ഗേറ്റും തുറന്ന് അകത്ത് പോയി. മനസ്സാ കലങ്ങി മറിയുകയാണ്. കരയണോ സന്തോഷിക്കണോ എന്നറിയാത്തൊരവസ്ഥ. റൂമിലെത്തുമ്പോൾ പാറു ഉറങ്ങിയിട്ടുണ്ട്. ബാത്റൂമിൽ കയറി ഷവർ ഓൺ ചെയ്തു. തണുത്ത വെള്ളം തലയിൽ പതിച്ചപ്പോൾ ഒന്നുറക്കെ പൊട്ടിക്കരണമെന്ന് തോന്നി. എത്ര നേരം അങ്ങനെ നിന്നു എന്നൊരു നിശ്ചയവുമില്ല. പാറു വന്ന് ഡോറിൽ തട്ടിയപ്പോൾ നനഞ്ഞ ഡ്രസ്സോടുകൂടെ തന്നെ വാതിൽ തുറന്നു. അവൾ പരിഭ്രമത്തോടെ എന്നെ നോക്കുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടെല്ലാം അവളോട് പറഞ്ഞു. എന്നെ സമാധാനിപ്പിക്കാൻ അവളേറെ കഷ്ടപ്പെട്ടു. ഡ്രോയറിൽ നിന്നും വേറെ ഡ്രസ്സ് എടുത്ത് എൻ്റെ കയ്യിൽ തന്നു. നീ ഇത് മാറുക, എന്നിട്ട് സംസാരിക്കാം. ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി വന്നപ്പോഴേക്കും അവൾക്ക് ചൂട് കോഫി ഉണ്ടാക്കി വെച്ചിരുന്നു. 2 കപ്പിലാക്കി ഞങ്ങൾ ബാൽക്കണിയിൽ പോയിരുന്നു. തെളിഞ്ഞ ആകാശത്തിലൊരു നക്ഷത്രം എന്നോടെന്തോ പറയുന്ന പോലെ ഒന്ന് കണ്ണിറുക്കി. അവൾ എൻ്റെ തോളിൽ തലയായിച്ചുകൊണ്ടിരിക്കുകയാണ്. മോളെ, പണ്ട് നമ്മൾ പപ്പയുടെ കൂടെ രാത്രി നക്ഷത്രങ്ങൾ നോക്കി കഥ പറയുന്നു. ഞാൻ പപ്പയുടെ മടി കിടക്കുന്നതിന് നീ വന്ന് അടി കൂടുന്ന ഓർക്കുന്നുണ്ടോ നീ? അതെ, പപ്പ അന്ന് പറഞ്ഞിരുന്നു, നമുക്ക് ശരിയെന്ന് തോന്നുന്നത് എന്താണെന്നോ അത് ചെയ്യുക. ഒരിക്കലും മറ്റുള്ളവർ എന്ത് കരുതെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം സ്പോയിൽ ചെയ്യാൻ സമ്മതിക്കരുതെന്നും പറയാറുണ്ടായിരുന്നു. സിയ, നിന്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് നീ കേൾക്കുക. നിന്റെ സന്തോഷം അതിലാണ്. ഫാബൊക്കെ നല്ലവനാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇക്ക നിന്നെ ഒരിക്കലും സങ്കടപ്പെടുത്തില്ല. അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ മോളെ, പപ്പയ്ക്ക് അറിയാത്തൂസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിന്നെ ഇനി ഒന്നിനും നിർബന്ധിക്കരുതെന്ന് പറഞ്ഞു പപ്പ. നിന്റെ ഇഷ്ടം എന്താണോ അത് നടത്താൻ കൂടെ ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. അത് പറയുമ്പോൾ അവളേറെ സന്തോഷിക്കുന്നു എന്ന് തോന്നി. അവന് അത്രയ്ക്കും വിശ്വാസമാണ് ഇവർക്കൊക്കെ എങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ട് ആക്സെപ്റ്റ് ചെയ്തുകൂടാ? പപ്പയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് ചെറിയ ദേഷ്യം വന്നു. ഓ, അപ്പൊ എന്നെ അറിയിക്കാതെ എല്ലാവരും കൂടെ ഒറ്റ കെട്ടാണല്ലേ? ഇനിയിപ്പം ഞാനെന്ത് പറയാൻ? ഓ, എന്റെ ഇത്തൂസേ, അങ്ങനെയല്ല. ഫാബ് വിളിച്ചപ്പോൾ പപ്പ അടുത്തുണ്ടായിരുന്നു. അപ്പൊ എനിക്കെല്ലാം പറയേണ്ടി വന്നു. പപ്പയ്ക്ക് ഒരുപാട് സന്തോഷമായിടി. പ്ലീസ് യെസ് പറ ഫാബിക്കയോട്. എനിക്കൊന്ന് ആലോചിക്കണം.
എന്നാ അവിടെ ആലോചിച്ചോണ്ടിരുന്നു. ഒടുക്ക ആരെങ്കിലും വന്ന് നിൽക്കാനും തട്ടിക്കൊണ്ടുപോകും. അപ്പൊ മാനസികമായി പാടിയെടുക്കാം അല്ലേ. പിന്നെ ചവിട്ടിത്തുള്ളി അവൾ അകത്തേക്ക് കയറിപ്പോയി. അവളുടെ പോക്കണ്ട് ഞാൻ ചിരി അടക്കി പിടിച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ പാറ് പോയി. അവളെ സ്റ്റേഷനിൽ വിട്ട് ഞാൻ ഓഫീസിൽ ചെന്നു. വർക്കുകൾ ഒരുപാടുണ്ടെങ്കിലും മനസ്സൊന്നിലും നിൽക്കുന്നില്ല. അവനെ വിളിച്ചു നോക്കിയാലോ? അല്ലെ വേണ്ട, അവൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഏയ്, ഇന്നലെ എന്റെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞു. അപ്പൊ ഞാനല്ലേ അങ്ങോട്ട് വിളിക്കേണ്ടത്? ഫോൺ എടുത്ത് കോൺടാക്റ്റിൽ നമ്പർ തപ്പി എടുത്തു. അല്ലെ വിളിക്കണ്ട, അവനെന്ത് വിചാരിക്കും? ഫോൺ അവിടെ തന്നെ വെച്ചു. പെട്ടെന്ന് എന്റെ ഫോൺ റിങ് ചെയ്തു. എന്റെ മനസ്സറിഞ്ഞ പോലെ അവന്റെ കോൾ എന്നെ തേടി വന്നിരുന്നു. ആദ്യം എടുക്കണോ വേണ്ടയോ എന്ന് ഡൗട്ട് അടിച്ചു നിന്നു. പിന്നെ ധൈര്യം സംഭരിച്ച് മനസ്സിനെ കൂളാക്കി കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ഹലോ. ആ, എന്താ മിണ്ടാത്ത? ഓഫീസിലല്ലേ? അതെ. സുഖല്ലേ? താനെന്താണോ എല്ലാത്തിനും ഇങ്ങനെ മൂളുന്ന്? ഇന്നലെ കണ്ടപ്പോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ കുരങ്ങിന്റെ മറ്റോള്. ഓഹോ, അത്രക്കായോ? തനിക്കാൻ വെച്ചിട്ടടി കാന്താരി. പിന്നെ വച്ചത് എടുക്കാൻ മറക്കരുതേ. ആദ്യം ഉണ്ടായിരുന്ന ടെൻഷൻ മാറിയപ്പോൾ പിന്നെ 1-2 മണികൾ നല്ല കമ്പനിയായി. കുറെ നേരം സംസാരിച്ച ശേഷം ഞാൻ എൻ്റെ വർക്കുകളിലേക്ക് തിരിഞ്ഞു. പിന്നെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ അവൻ്റെ കോൾ എന്നെ തേടിയെത്തി. ഞങ്ങൾ ചർച്ച ചെയ്യാത്ത വിഷയങ്ങൾ ഇനിയില്ലെന്ന് തോന്നും. പക്ഷെ തീരാത്തത്ര പറയാൻ ഞങ്ങൾക്കുണ്ട് താനും. അവന്റെ പ്രസൻസ് എന്നിൽ പല മാറ്റങ്ങളും വരുത്തി. ഓഫീസിൽ അധികം ആരോടും സംസാരിക്കാതിരുന്ന ഞാൻ ഇപ്പോൾ ഓഫീസ് സ്റ്റാഫിനും മറ്റും ഗുഡ് മോർണിംഗ് പറഞ്ഞു തുടങ്ങി. അവർക്കൊക്കെ അത്ഭുതം. എപ്പോഴും ഒരു പുഞ്ചിരി എൻ്റെ മുഖത്ത് നിറഞ്ഞിരുന്നു. അത് മറ്റുള്ളവർക്ക് എത്ര സന്തോഷം നൽകുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയായിരുന്നു. 1 മാസം കഴിഞ്ഞാണ് ഒരു ദിവസം ഓഫീസിൽ തിരക്കിട്ട് തീർക്കേണ്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോള്. നോക്കിയപ്പോൾ വക്കീലങ്കിളാണ്. കോൾ അറ്റൻഡ് ചെയ്തു. ഞങ്ങളുടെ വീടിന്റെ കേസ് നാളെയാണ് ഹിയറിംഗ് നടക്കുന്നത്, മോള് വരില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് വിളിച്ചതാണ്. എനിക്ക് വരാൻ പറ്റില്ലെങ്കിൽ പപ്പ വന്നോളൂ. മോള് പ്രാർത്ഥിക്കുക, എന്നാലും നമുക്ക് അനുകൂലമായിരിക്കും വിധി, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ കോള് കട്ട് ചെയ്തു. കഴിഞ്ഞുപോയ സംഭവങ്ങളും വീടും ഓർത്തപ്പോൾ സങ്കടം കൊണ്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു. മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് വേഗം ഓഫീസിൽ നിന്നിറങ്ങി. ഫെബിൽ വിളിച്ചെങ്കിലും ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല. ഒറ്റയ്ക്കിരിക്കാനാണ് ഇപ്പോൾ ആഗ്രഹം. റൂമിലെത്തി നമസ്കാരം കഴിഞ്ഞ് 2 കൈകൾ മേലേക്ക് ഉയർത്തി മനമൊരുക്കി പ്രാർത്ഥിച്ചു. പപ്പയെ വിളിച്ച് നാളെ കോടതിയിൽ പോകാൻ റെഡിയായി നിൽക്കാൻ പറഞ്ഞു. വക്കീലങ്കിൾ വന്ന് പിക്ക് ചെയ്തോളാന്ന് പറഞ്ഞിരുന്നു. വിധി എന്തായാലും പപ്പ തളരരുത്. അവരൊരുപാട് കളിക്കും, നമ്മൾ ഒരിക്കലും തോറ്റെടുക്കരുത് പപ്പ. നമുക്ക് നീതി കിട്ടണം, അതിനുവേണ്ടി പപ്പ ദുആ ചെയ്യേ. കോൾ കെട്ടിയത് ഞാൻ ബെഡിൽ കിടന്ന പതിയെ മയക്കത്തിലേക്ക് വീണു. പിറ്റേന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റു. ഇന്ന് ഓഫീസിൽ പോകാൻ തോന്നിയില്ല. മാളുവിന്റെ അടുത്തേക്ക് പോയാലോ? ആ കൊച്ചിനെയും അവളുടെ സങ്കടങ്ങളും ആലോചിക്കുമ്പോൾ എല്ലാ ടെൻഷനും മറക്കും. ആ ചേച്ചിയുടെ വീട്ടിലേക്ക് വിട്ടു. അവളോട് കൂടെ കളിച്ചും ഫുഡ് ഉണ്ടാക്കാൻ ചേച്ചിയെ സഹായിച്ചും എന്റെ സങ്കടങ്ങൾ ഞാൻ മറന്നു. ഉച്ചയായപ്പോൾ അങ്കിളിന്റെ കോൾ എന്നെ തേടിയെത്തി. മിടിക്കുന്ന ഹൃദയത്തോടെ വിറക്കുന്ന കൈകളോടുകൂടെ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തു. മോളെ, നമ്മൾ ജയിച്ചു മോളെ, നമ്മൾ ജയിച്ചു. അവരുടെ കെട്ടിച്ചമച്ച നുണക്കഥകൾക്ക് മുമ്പിൽ സത്യം ജയിച്ചു മോളെ. പപ്പ കരഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞ് ഒപ്പിച്ചു. സന്തോഷം കൊണ്ട് എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്ത് പറയണമെന്നറിയാതെ ഞാൻ നിന്ന് കരഞ്ഞു. അങ്കിൾ പപ്പയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി. നമ്മുടെ വീട് തിരിച്ചിട്ടി മോളെ, ഇനി നിനക്ക് ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാം. കുറച്ച് ഫോർമാലിറ്റീസ് ഒക്കെ തീർക്കാനുണ്ട്. ഞാൻ വരാം അങ്കിൾ, നാളെ തന്നെ അവിടെ എത്തിയിരിക്കും. സന്തോഷം കൊണ്ട് മാളുവിനെ കെട്ടിപ്പിടിച്ചു. നിറയെ മുത്തം കൊടുത്തു. ഈ വിവരം എത്രയും പെട്ടെന്ന് ഫാബിയോട് പറയാൻ മനസ്സ് വെമ്പൽ കൊണ്ടു. ഇന്നലെ മുതൽ അവനെ മനഃപൂർവ്വം അകത്തി നിർത്തിയാണ്. സ്കൂട്ടിയുമെടുത്ത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി. ഗേറ്റ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ അവൾ റോഡിന്റെ എതിർ സൈഡിൽ എന്നെയും നോക്കി ബൈക്കിൽ ചാരി കൈയും മാറിൽ പിണച്ചു വെച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫാബിയെ കണ്ടു. പെട്ടെന്ന് ഞാൻ വണ്ടി സ്റ്റാൻഡിലിട്ട് അവനടുത്തേക്ക് നടന്നു. നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു. അവന്റെ നീട്ടിയ കൈകളിലേക്ക് ഞാൻ ചെന്ന് വീഴുകയായിരുന്നു. മുറുക്കെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു പലതും പറഞ്ഞുകൊണ്ടിരുന്നു. എന്റെ തേങ്ങകൾ നടങ്ങിയപ്പോൾ അവൻ എന്റെ മുഖം അവന്റെ 2 കൈകൾ കൊണ്ട് ഉയർത്തി കണ്ണുകൂടെ ചേർന്നു. ഈ കണ്ണുകൾ ഇനി ഒരിക്കലും ഒന്നിനു വേണ്ടി നിറയരുത്. ഞാനുണ്ട് നിന്റെ കൂടെ എപ്പോഴും, എല്ലാത്തിനും. റോഡിൽ നിന്ന് റൊമാൻസ് കളിച്ചാൽ മതി, ഇനി അതോട് കയറിപ്പോര്. ചേച്ചി അതും പറഞ്ഞ് ആക്കിയൊന്ന് ചിരിച്ചു. ചമ്മിപ്പോയ ഞാൻ അവരുടെ മുഖത്തേക്ക് നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. മാളുവിന് ഞങ്ങൾ ഒന്നിച്ച് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. വൈകുന്നേരം ഞാൻ അവന്റെ കൂടെ ബൈക്കിൽ ബീച്ചിൽ പോയി. അസ്തമയ സൂര്യൻ പതിവിലും ചുവന്ന് തുടുത്തിരുന്നു. ഒന്നും മിണ്ടാതെയാണ് ഇരിക്കുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പലതും പറയുന്നുണ്ടായിരുന്നു. അല്ല, നീ എങ്ങനെ അറിഞ്ഞ ഞാൻ ചേച്ചിയുടെ വീട്ടിലാണെന്ന്? അത് സസ്പെൻസ്. ഞാനൊരു മാന്ത്രികനാണ് കുഞ്ഞേ. പ്ലീസ് പറ. നീ ഇന്നലെ മുതൽ കോൾ എടുക്കാനും കണ്ടപ്പോൾ എനിക്ക് ഡൗട്ടായിരുന്നു, എന്തോ പ്രോബ്ലം ഉണ്ടെന്ന്. പാറുവിനെ വിളിച്ചപ്പോൾ അവളെല്ലാം പറഞ്ഞു. അപ്പോൾ മുതൽ ഞാൻ നിന്റെ ഒരു കയ്യകലത്തിൽ പുറകെയുണ്ടായിരുന്നു. നീ രാവിലെ സ്കൂട്ടിയിട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പിന്നാലെ വന്നു, അത്രയേ ഉള്ളൂ. അവന്റെ സ്നേഹം ഞാൻ അനുഭവിക്കുകയായിരുന്നു. ആ കൈകൾ എന്റെ വിരലുകളാൽ കോർത്ത് പിടിച്ചുകൊണ്ട്. ഇനി ഒരിക്കലും അവൻ ഒറ്റക്കാക്കില്ലെന്ന് ആ നിമിഷം ഞാൻ ഉറപ്പിച്ചു. നാളെ വീട്ടിൽ നമുക്ക് ഒരുമിച്ച് പോയെന്ന് പറഞ്ഞപ്പോൾ അവൻ ഡബിൾ ഹാപ്പി. നേരെ ഇരുട്ടിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചു. എന്നെ റൂമിൽ കൊണ്ട് വിട്ടു. നാളെ രാവിലെ 8 മണിയാകുമ്പോഴേക്കും പോവാമെന്ന് പറഞ്ഞു അവൻ തിരിച്ചുപോയി. ഇന്ന് ഞാൻ തനിച്ചാണ് ഇവിടെ. നിത്യയും ശോശാമയും സ്റ്റഡി ലീവായപ്പോൾ നാട്ടിൽ പോയി. റോസി ആന്റിയും മോൾ അവിടെ ഏതോ റിലേറ്റീവ്സിന്റെ കല്യാണത്തിനും പോയി. നാളെ പോവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുമ്പോഴാണ് കോളിംഗ് ബെൽ കേട്ടത്. ഇതാരും ഈ നേരത്ത്? ആന്റി ഇത്ര പെട്ടെന്ന് തിരിച്ചു വന്നോ?
മനസ്സിൽ 100 ചോദ്യങ്ങളുമായി ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആളെ കണ്ട് പുച്ഛത്തോടെ ആ പേരിന്റെ ചുണ്ടിൽ നിന്ന് പുറത്തു വന്നു. അജാസ്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.